ഹായ് ഫ്രണ്ട്സ്, എന്താ പറയുക, എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ്. ആക്ച്വലി ഇതുപോലുള്ള എന്താ പറയുക, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് യൂട്യൂബൊക്കെ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. നമ്മൾ രണ്ടാളും മാത്രം ആഘോഷിക്കാനാണ്, ടൈം സ്പെൻഡ് ചെയ്ത് ആഘോഷിക്കാൻ നമ്മൾ അന്നേ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ രാജരാജേശ്വരി ടെമ്പിളിലേക്കാണ് പോയത്. കണ്ണൂർ തളിപ്പുറമാണ് ഞങ്ങളുടെ വീട്. അവിടുന്ന് തൊഴുതിട്ട് നേരെ പറശ്ശിനിയിലേക്ക് പോയി. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ യൂട്യൂബ് എടുക്കണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, കപ്പിൾ വീഡിയോ എടുക്കണം, ചലഞ്ചസ് വീഡിയോ എടുക്കണം എന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്നിടക്ക് എന്താ നൈസായിട്ട് നമുക്ക് വഴി തെറ്റി. അപ്പം നിങ്ങൾ വിചാരിക്കും കണ്ണൂർക്കാരല്ലേ വഴി തെറ്റുമെന്ന്. തെറ്റൂല, പക്ഷെ തെറ്റി. പിന്നെ മാപ്പെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ നേരെ പറശ്ശിനിലേക്ക് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മാപ്പ് ഇട്ടതെല്ലാം അതാണ് കാണിച്ചു തരുന്നുണ്ടായത്. ഇതാ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി എല്ലാവർക്കും ഉള്ളതുപോലെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അത് എനക്കും ഉണ്ടായി. എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് ഒരു ചമ്മലുണ്ട് ഇപ്പോഴും. ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ കാണുമ്പോൾ അയ്യോ എന്നെ കളിയാക്കുമോ, അവരെന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനത്തെ ഒരു ചിന്ത ഇപ്പോഴും എനിക്കുണ്ട്. ഞാനത് ഏട്ടനോട് പറഞ്ഞുകൊണ്ടും വരുവേന്ന്, ഇടണോ എടുക്കണോ, എനിക്ക് ചമ്മലാവുന്നു. ഏട്ടനും ചെറുതായിട്ട് ചമ്മലുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചമ്മലും വിചാരിച്ചിരുന്നാൽ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നോക്കാം, എവിടെ വരെ എത്തും നോക്കാമെന്ന് വെച്ചു. പിന്നെ അത് വിട്ടു. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിയിലെത്തി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ അറ്റൻഡൻസ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്നുണ്ടായിന്. പിന്നെ പറശ്ശിനിയിലെത്തി കുറേ വീഡിയോസൊക്കെ എടുത്തു. ഏട്ടനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നീ വീഡിയോ എടുക്കുന്നുണ്ടാന്ന്. അപ്പോൾ ഓരോ കട്ട് വീഡിയോസൊക്കെ എടുത്ത്. അന്ന് മുത്തപ്പൻ ഉണ്ടായിട്ടില്ല കേട്ടോ, മുത്തപ്പൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ കാലൊക്കെ കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയി. പിന്നെ ചെറുതായിട്ടൊരു ത്രോട്ട് പെയിൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്കൊരു ക്ലാരിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട് വോയിസ് ഓവറിൽ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതതിന് ശേഷം മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് രണ്ടാളും പ്രസാദമൊക്കെ കഴിച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ പോകാമെന്നുള്ളൊരു ഇതായിരുന്നു. പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏട്ടൻ പറയുന്നത് തന്നെയാണ്, നമുക്ക് ഇനിയും കുറച്ചും കൂടി നല്ല രീതിക്ക് വീഡിയോസ് എടുക്കണം, ഇടണം, നമുക്കിതങ്ങോളം കണ്ടിന്യൂ ചെയ്ത് പോയാലെന്ന് രണ്ടാളും സംസാരിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് മനസ്സിൽ ഓക്കെ എല്ലാം സെറ്റാക്കണം എന്നുള്ളത് ഉണ്ട്, എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഞാനത് എന്നോട് പറയുകയും ചെയ്തു, ഓക്കെ എല്ലാം സെറ്റാവും, നമുക്ക് സെറ്റാക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ മടിച്ചിരുന്നിട്ട് എനിക്കന്ന് ആനിവേഴ്സറിൻ്റെ അന്ന് അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല. മെയ് 11 ആനിവേഴ്സറി ഉണ്ടായത്. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായി ഞാൻ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഞാൻ ചായ കുടിച്ചില്ല, ഏട്ടൻ ചായ കുടിച്ചത് കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിട്ട. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി മസാല ദോശ. ആക്ച്വലി അങ്ങനെ വലിയ രസം ഉണ്ടായിരുന്നില്ല, ദോശക്ക് ഉപ്പതിയായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരം പരിപാടി തന്നെയാണ്. പറശ്ശിനി വന്നു കഴിഞ്ഞാൽ പിന്നെ ചന്തയിലോട്ട് അങ്ങ് ഇറങ്ങണം. പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കും അമ്മക്കൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചു. ഏട്ടൻ്റെ കല്യാണം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുപ്പി വളയൊക്കെ നോക്കാനുണ്ടായിരുന്നു. കമ്മലൊക്കെ ഓൾറെഡി ഞാൻ മേടിച്ചതാണ്. പിന്നെ അനിയത്തിക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ക്യൂട്ടായിട്ടൊരു ചെറിയൊരു ഗണപതിയുടെ വിഗ്രഹം കണ്ടു. അതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് ഇങ്ങനെ എടുത്ത് കാണിച്ചത്. പിന്നെ എന്നെ നൈസായിട്ട് പേടിപ്പിക്കാന്നുള്ള രീതിയിലാണ് ഏട്ടൻ ആ പാമ്പിൻ്റെ ഒരു സാധനം, ആ ഒരു കളിക്കുന്നത് എനിക്ക് എന്നെ മേത്തേക്ക് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനത് കണ്ടതാണെന്ന്. പിന്നെ അവിടുന്ന് പിന്നെ ഓരോ കടകൾ കയറി ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ പറയുന്നുണ്ട്, നോക്കൂ ഗായ്സ്, ഇവളെല്ലാം എൻ്റെ കയ്യിൽ തന്ന സാധനങ്ങളെല്ലാം ഇവൾ ഫ്രീ ആയി നടക്കുന്നത്. പിന്നെ മിറർ കണ്ട പിന്നെ എന്തേന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഒന്നിക്കലും മിറർ വീഡിയോ അല്ലെങ്കിൽ മിറർ ഫോട്ടോ ഇത് നിർബന്ധമാണ്. ഇനി ഇതെടുക്കും, കാരണം ഞാൻ കൂടുതൽ അങ്ങനെ മിറർ ഫോട്ടോസാണ് എടുക്കുക. അങ്ങനെയല്ല, എടുക്കാറുണ്ട്.
പിന്നെ അവിടെ നിന്ന് നേരെ മോരുവെള്ളം കുടിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നാട്ടിലുള്ള ഐസ് വേൾഡിലേക്ക് പോയി. അതെന്തെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഓഫീസിൽ ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ഓഫീസിലുള്ളവർക്ക് ഞങ്ങൾ ഐസ്ക്രീമാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് 2 ഐസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഗുൽഫി നമുക്ക് 2 പേർക്ക്. പിന്നെ അവിടുന്ന് എല്ലാവർക്കും വേണ്ട ഐസ് മേടിച്ചിട്ട് നേരെ ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോയി. ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഓഫീസിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ തളിപ്പറമ്പിനുള്ള മന്തി മഹലിലേക്ക് പോയി. ആരും ഉണ്ടായിട്ടില്ല കേട്ടോ, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നീറ്റാണ് കേട്ടോ ഹോട്ടലൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. ആക്ച്വലി ഈ മന്തി എനിക്ക് ഇഷ്ടമല്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ചിക്കൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക മസാലയൊന്നും ഇല്ലാത്ത ടൈപ്പ് അല്ലേ. ശരിക്കും ഒറിജിനൽ മന്തി ഇതാണെന്നാണ് പറയുന്നത്. ഏട്ടന് ഇത് ഇഷ്ടമാണ്. എനിക്കൊരു അൽഫാം മന്തിയൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഞങ്ങൾ ആസ്വദിച്ച് മന്തിയെല്ലാം കഴിച്ചു. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് അടുത്ത പ്ലാന്. വേറൊന്നുമില്ല, അവിടെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റൊക്കെ അമ്മേൻ്റെ അച്ഛൻ്റെയും അനിയത്തിൻ്റെ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ തിരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടു. പയ്യന്നൂർ തൃക്കരിപ്പൂരാണ് എൻ്റെ വീട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഞാനും അനിയത്തി ഏട്ടനും ഫസ്റ്റ് ബീച്ചിൽ പോയി, കാരണം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനുണ്ടായിനി. അപ്പം അവളാണ് ഞങ്ങളുടെ കൂടെ കൂടുതലും വരുന്നത് എല്ലായിടത്തും. വീട്ടിലേക്ക് പോയാൽ പിന്നെ എൻ്റെ വീട്ടിൽ പോയാൽ പിന്നെ കൂടുതൽ അവൾ തന്നെ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും നല്ല നല്ല വീഡിയോസും ഫോട്ടോസും എടുത്തു തന്നിന്. കൂടാതെ അവളുടേതും ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ആയി ഇറങ്ങാൻ. പിന്നെ കുറച്ച് മഴയിലുണ്ടായിന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടെ തന്നെ കടലിന് ബീച്ചിൻ്റെ അടുത്ത് തന്നെ ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചായയെല്ലാം കുടിച്ചു 3 ആളും. അപ്പോഴും അവൾ പറയുന്നുണ്ട് നമുക്ക് ചലഞ്ച് വീഡിയോസ് എടുക്കണം, ഫുഡ് ചലഞ്ച് വീഡിയോസ് എടുക്കണം എന്ന്. പിന്നെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് ഞാനൊരു ഇത് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അതൊരു മിനി വിസ്മയ പാർക്ക് എന്ന് പറയാം, വീലാൻഡ് എന്ന് അതിനെ പറയാം. നല്ല രസമാണ് അതിനകത്തെല്ലാം കയറാൻ. അവിടെ തന്നെ എല്ലാം ഉണ്ട്, ഫുഡിൻ്റെത്, പിന്നെ കുറേ കളിക്കേണ്ടത്, അങ്ങനെ കുറേ ഉണ്ട്. പാർക്കാണ് സംഭവം, വീലാൻഡ് പാർക്ക്. പിന്നെ അവിടുന്ന് നേരെ വീട്ടിലെത്തിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വകയുള്ള ഗിഫ്റ്റും മേടിച്ച് കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ്ങായി നടക്കുന്ന വീഡിയോസൊക്കെ അച്ഛനെയും കൂട്ടി ചെയ്ത് അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയായാലും ഓക്കെ, ബൈ.